Mark my words, AI is far more dangerous than nukes. അതായത് ഒരു ന്യൂക്ലിയർ ബോംബിനേക്കാളും ഡേഞ്ചറസ് ആണ് AI എന്നാണ് എലോൺ മസ്ക് പറഞ്ഞത്. അതായത് നമ്മുടെയൊക്കെ വെറും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടിയാൽ മതി ഇതുപോലത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ കാലത്ത്. നിങ്ങൾ വിചാരിക്കുന്ന നോർത്തിലോ ബംഗ്ലാദേശിലുള്ള സ്ട്രീറ്റ് ഫുഡ് ആയിരിക്കും, അല്ല, ഇത് AI ആണ്. അവിടെ എലിയില്ല, അങ്ങനെ ഒരു മനുഷ്യനും ഇല്ല, ഒന്നുമില്ല, മൊത്തം AI ആണ്. ആ എലിയൊക്കെ മാഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ നമുക്ക് AIനെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും AI ആണെന്ന്. ഇനി വേറൊരു കോമഡി കൂടി പറയാം. നമ്മുടെയൊക്കെ പേരൻസ് പറയുന്ന സാധനമുള്ളൂ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര ന്യൂ ജനറേഷൻ ആണ്. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ജെൻസീസ് ആണ്. ഈ ജെൻസീസ് വരാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? അത് ആൽഫ ബീറ്റ എന്നൊക്കെ പറഞ്ഞ ഓരോന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. എങ്ങനെയുണ്ട്? പണ്ട് ടച്ചിൻ്റെ ഒക്കെ ഫോൺ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യായിരുന്നു. ചില ബോയ്സിന് ഇതിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും. കണ്ടാൽ കാൽക്കുലേറ്റർ ആണെന്ന് തോന്നുള്ളൂ. ആപ്ലിക്കേഷൻ കണ്ടാൽ കാൽക്കുലേറ്റർ പോലെ ഇരിക്കും. പക്ഷെ അതിനകത്ത് കയറി പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവും. അതിനകത്ത് നമുക്ക് ഗാലറി ആയിട്ട് ഉപയോഗിക്കാം. പല ആൾക്കാരും തുണ്ടൊക്കെ എടുത്ത് അതിനകത്താണ് സേവ് ചെയ്ത് വെക്കാറുള്ളത്. പക്ഷെ അത് പറയുമ്പോൾ ചിലർക്കത് റിലേറ്റബിൾ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒറ്റമൊട്ടത്തിൽ കാൽക്കുലേറ്റർ ആയിട്ട് ഇരിക്കുന്ന കാരണം പേരൻസ് കണ്ടുപിടിക്കത്തില്ല. അതാണ് ഇവന്മാരുടെ ബുദ്ധി. അപ്പോൾ അന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ പറഞ്ഞ ഒരു സാധനമുണ്ട്, ഇനി ജനിക്കാൻ പോകുന്ന പിള്ളേരൊക്കെ പെടും. കാരണം എല്ലാവിധ കുരുട്ടുബുദ്ധികളും അറിയാവുന്നവരാണല്ലോ നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്നായിരുന്നു അന്നത്തെ അഹങ്കാരം. എന്നാൽ നിങ്ങൾക്ക് തെറ്റി, നിങ്ങളെയും കുഴപ്പിക്കുന്ന AI ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഹലോ ഗൈസ്, എന്റെ പേര് ലൈല. ഞാനൊരു AI ഇൻഫ്ലുവൻസർ ആണ്. കണ്ട പറയില്ലെങ്കിലും ഞാനൊരു AI മോഡലാണ്. ഇതാണ് അവസ്ഥ. യുഗേഷിന്റെ മാഗ്നസിന്റെ ഈ ഒരു കോമ്പറ്റീഷൻ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കുള്ള വീഡിയോ ഇതായിരുന്നു. എന്നാൽ ഇത് AI വെച്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു നോക്കിയേ. അങ്ങനെ എന്ത് വേണേലും നമുക്ക് നമ്മുടെ രീതിയിൽ ആക്കിയെടുക്കാം. അടുത്തൊരു വീഡിയോ നോക്കാം. എന്ത് റിയലിസ്റ്റിക് ആയിട്ടാണ് ആ ഫ്ലൈറ്റ് അവിടെ വന്ന് നിൽക്കുന്നത്. ഇത് AI ആണെന്ന് മനസ്സിലാക്കാണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. എവിടെയെങ്കിലും നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് കാണാം, കണ്ടോ? നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നീല ഷർട്ടിട്ടാൾ കയറി പോയപ്പോൾ ആ കുഞ്ഞ് മാഞ്ഞു പോയി. ഇങ്ങനെയൊക്കെയാണ് നമുക്കത് AI ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താ ഇപ്പൊ നമ്മൾ കണ്ടത് അല്ലേ? ഒരു അന്തവും കൊന്തോ ഇല്ലാത്തൊരു വീഡിയോ. ഇപ്പൊ ഈ കാണുന്ന ഈ വീഡിയോസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത്. വെറുതെ അങ്ങോട്ട് AIയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിനും സമയമെടുത്ത് ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സ്കൂളിലോട്ട് പോവാണ്. 14 മൈൽ അപ്പുറയാണ് നമ്മുടെ സ്കൂള്. അപ്പൊ 6 മണിക്കേലും ഇറങ്ങിയാലേ 9 മണിക്ക് സ്കൂളിലെത്തും. നമ്മൾ കല്ലും മുള്ളുമുള്ള 5 മൈൽ നടന്നു വന്നു. ഇനി ആ കാണുന്ന പുഴ കൂടെ നീന്തി കിടക്കണം. ഞാൻ തന്നെ ഒരുപാട് നേരം സൂക്ഷിച്ചു നോക്കിയിട്ടാണ് ഇത് AI ആണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. ഇന്ന് നല്ല അടിയൊഴുക്കുണ്ടെന്ന് തോന്നുന്നു. ഇനി ആ കാണുന്ന വലിയ മല കേറി ഇറങ്ങിയ സ്കൂളെത്തും. പലരും ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ ഇതിനകത്ത് ഇപ്പൊ ഡേഞ്ചർ ആയിട്ട് എന്താ ഉള്ളതെന്നല്ലേ? മല കയറിയപ്പോ കിട്ടിയ മാങ്ങയാണ്. ഇതിന്റെ ഡേഞ്ചർ എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നല്ല പുളിയുണ്ട്. ഇനി ഒരു 2 മൈൽ കൂടി. ലിപ്സിംഗ് പോലും കറക്റ്റ്. മഴ ചതിച്ച് ഗൈസ്. ഇന്ന് നല്ലപോലെ താമസിച്ചു. മാഷിന്ന് കൊല്ലും. അപ്പൊ വൈകിട്ട് കാണാം. ബൈ. ഞാനൊരു എക്സാമ്പിൾ പറയാം. നാളെ നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടോ ഫാമിലിയുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളെ വീഡിയോ കോൾ ചെയ്യുവാണ്. എന്നിട്ട് പറയുവാണ് ഞാൻ അപകടത്തിലാണ്, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, വേഗം നീ പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പൈസ അയച്ചാലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ ഇത് വിശ്വസിക്കും. ഇത് വെറും ഒരു സാമ്പിൾ പഠിക്കട്ട് മാത്രമാണ്. വേണമെങ്കിൽ നമ്മുടെ പേരൻസിനെ വീഡിയോ കോൾ ചെയ്യാം. എന്നിട്ട് നമ്മളാണ് വീഡിയോ കോൾ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സൗണ്ട് വരെ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മളാണ് വിളിക്കുന്നതെന്ന് കാണിക്കാൻ പറ്റും നമ്മുടെ വീട്ടുകാരെ. അവർ ചിലപ്പോൾ ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് വിശ്വസിച്ചിട്ട് അവർ അക്കൗണ്ടിൽ പൈസ ഒക്കെ എടുത്ത് അയച്ചു കളഞ്ഞു വരും. അടുത്ത നോക്കാം. ഇതെന്തുവാടാ, ഹാരി പോട്ടറോ? ശരിക്കും വയ്യാത്ത ഒരാളെ നമ്മളിനി വീഡിയോയിൽ കണ്ടാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ശരിക്കും വയ്യാത്തതാണോ AI ആണോ. അതാണ് അവസ്ഥ. ഇനി അടുത്ത ഒരു പോസിബിൾ ഡേഞ്ചർ, നിങ്ങൾ ആരെങ്കിലും ആക്രമിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ആക്സിഡന്റ് ആവുന്ന ഒരു വീഡിയോ നിങ്ങൾ തെളിവായിട്ട് സൂക്ഷിച്ചു വെച്ചെന്ന് കരുതുക. ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്ക് AI ആണ് ഇതൊക്കെ ചെയ്തതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും കാറിലൊക്കെ ഡാഷ് ക്യാമറ വെക്കുന്ന ആൾക്കാരല്ലേ? നമുക്കുണ്ടാവുന്ന ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നമ്മൾ ഇതുവരെ പ്രൂഫായിട്ട് ക്യാമറയിൽ സേവ് ചെയ്ത് വെച്ചെന്ന് കരുതുക. ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ നമ്മൾ കാണിക്കാൻ കരുതുക. എല്ലാവരും സ്നിക്കേഴ്സ് കഴിക്കും, ഡൂ നത്തിങ് ആയിട്ട് നിൽക്കുവാണ്. AI ആണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അടുത്ത വീഡിയോ നോക്കാം. എത്ര ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല, ആ ടയർ ക്ലീൻ ആകാൻ പോകുന്നില്ല. കാരണം ഇതൊരു AI വീഡിയോ ആണ്. ഓക്കെ, എങ്ങനെ ഇരിക്കുന്നു? അടുത്ത വീഡിയോ നോക്കാം. നമസ്കാരം,
ബത്തേരി കല്ലൂര്. ഇത് എ ആണോ? അല്ല, ഇത് എ അല്ല. ചേച്ചിന്റെ അടുത്ത വീഡിയോയിൽ റിയാക്ട് ചെയ്യാം. സോറി. നമസ്തേ. നമസ്കാരം. SBI ചേച്ചി എൻ്റെ ഇടയ്ക്ക് കയറി വന്നു. സോറി. പിന്നെ റിയാക്ട് ചെയ്യാം കേട്ടോ. ഇനി ഇവരെയൊക്കെ വെച്ച് എ ഉണ്ടാക്കുന്നത് വരും കേട്ടോ. ആ വണ്ടിക്ക് ഒരു കുഴപ്പവുമില്ല. എന്താ അല്ലേ എന്നാണത്? ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനകത്ത് ഞാൻ കിടക്കുന്നു. അത് എന്നാടാ കൊണ്ടേട്ടാ? മാംസപ്പിണ്ടോ? അയ്യേ, എന്തുവാ അത്? കുടലും പണ്ടം പോലത്തെ സാധനം. അതെ, പല്ലിയും പാറ്റയോ ഓന്തൊക്കെ ഓട് നടക്കണം ഇതിന്റെ ഫുഡിനകത്ത്. ഇതെങ്കിലും ഒറിജിനൽ ആവണേ. നിങ്ങളൊന്ന് ആലോചിക്ക്, ഈ ഹ്യൂമൻസ് പോലും റിയൽ അല്ല. ഈ വീഡിയോയുടെ ക്വാളിറ്റി തന്നെ നിങ്ങൾ നോക്കിക്കേ, എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ്. Mark my words, AI is far more dangerous. ഒരുപക്ഷെ എലോൺ മസ്ക് പറഞ്ഞ ഈ വീഡിയോ പോലും ആണോന്ന് നമുക്കൊരു അറിയത്തില്ല. ആർക്കറിയത് പുള്ളി തന്നെ പറഞ്ഞാണോന്ന്. ഇപ്പോഴും നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം. അപ്പൊ എന്തുമാത്രം ഡേഞ്ചറസ് ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. ഈ സോങ്ങിൽ ഒരു കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതെന്ന് നമ്മൾ മുഴുവൻ ആഡ് ചെയ്തിട്ടില്ല. ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഐശ്വര്യ എന്നാണ് പേരെന്ന് തോന്നുന്നു. നന്നായിട്ട് പാടി. ഐശ്വര്യയുടെ ഫ്രണ്ട് ആണ് എനിക്കത് അയച്ചു തന്നത്. എന്താണെങ്കിലും കൊള്ളാം. കീപ് ഗോയിങ്. അപ്പോൾ ഇത്രയോളം എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.